മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്കും സാക്ഷിയാകുവാൻ ദൈവം ഇടയാക്കിയ സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവനാമത്തെ സ്തുതിക്കുന്നു. പിതാക്കന്മാരെയും മാതാക്കന്മാരെയും യാത്രയാക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർത്തു, 82 ഇവിടെ പ്രസ്താവിച്ച പോലെ കുട്ടി ഉപദേശി എന്ന എന്റെ വലിയ കൊച്ചിനെ യാത്രയാക്കുവാൻ ഞങ്ങൾക്ക് സാക്ഷിയാകുവാനായിട്ട് ഇടയായി. അതിനുശേഷം 85 എന്റെ മമ്മിയുടെ പിതാവിനെയും മാതാവിനെയും ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കുവാനായിട്ടുള്ള ഭാഗ്യവും എനിക്ക് ലഭ്യമായി. വർഷങ്ങൾ അനേകം കഴിഞ്ഞു. 2000 എന്റെ പിതാവിനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കേണ്ട ഒരു ഭാഗ്യമാണ് എനിക്കുണ്ടായത്. അതിനുശേഷം 2004 ഞങ്ങളുടെ വല്യപ്പച്ചനെയും യാത്രയാക്കേണ്ട ഭാഗ്യം എനിക്ക് വന്നു. ഇപ്പോൾ ആ നിലയിലുള്ള ഞങ്ങളുടെ അമ്മച്ചിയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഇത് ജീവിതത്തിലെ ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഭൂമിയിൽ അസറ്റെന്നും ആസ്തി എന്നും ഒക്കെ പറയുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവരുടെ ഓരോരുത്തരുടെയും കൂടെ താമസിക്കുവാനായിട്ടൊക്കെ ഉള്ള ഭാഗ്യം കൊച്ചുമകളായ ഞങ്ങൾക്ക് അനേകർക്ക് ലഭ്യമായി. ദൈവനാമമുഖത്തിനായിട്ട് ഞാൻ പറയട്ടെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ആസ്തിയും ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അവരിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കുവാൻ, ജീവിതത്തിന്റെ പരുപരുത്ത വശങ്ങളിൽ കൂടി അവർ കടന്നുപോയപ്പോൾ അവരെങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്ന് പറയുവാൻ ഉള്ള ഭാഗ്യവും അത് കേൾക്കുവാനായിട്ടുള്ള സമയമൊക്കെ ഞങ്ങൾക്കുണ്ടായി. നേരത്തെ ഇവിടെ പ്രസ്താവിച്ച പോലെ ഈ മാതാവ് ഞാൻ ഓർക്കുകയാണ്, ആദ്യമേ ഒരു മകളായിരുന്നു, പിന്നീട് ഒരു സഹോദരിയായി, അതിനുശേഷം ഒരു ഭാര്യയായി, അതിനുശേഷം ഒരു അമ്മയായി, അതിനുശേഷം ഒരു വല്യമ്മച്ചിയായി, അതിനുശേഷം ഒരു വല്യമ്മച്ചിയായി. അമ്മച്ചി ഭാഗ്യമുള്ള ഒരു സ്ത്രീരത്നമാണ്. അനേക മാതാക്കന്മാർക്ക് ലഭിക്കാത്ത ഒരു സ്ഥാനലബ്ധി ഈ അമ്മച്ചിക്ക് ലഭ്യമായിരിക്കുകയാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഞാനത് വായിച്ചുകൊള്ളട്ടെ. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ, തിമോത്തിയോസേ, നിനക്ക് ലഭ്യമായിരിക്കുന്ന വലിയ ഒരു നിർവ്യാജ വിശ്വാസമുണ്ടായി. അതിന്റെ കാരണക്കാരൻ നീ മാത്രമല്ല, നിന്റെ വലിയമ്മയ്ക്കും നിന്റെ അമ്മയ്ക്കും അതിന് പങ്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരും മാതാക്കന്മാരുമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത് ഓർക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വവും നമ്മളുടെ കടപ്പാടും എത്രമാത്രം വലിയതാണ് എന്ന് ചിന്തിക്കുവാനായിട്ടിടയായി. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ സംഭവ കഥ വായിച്ചു.